അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷക സംഘം എന്നെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ മൊഴിയെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഈ പോറ്റിയുടെ വീട്ടിൽ വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല, 17, 18, 19 ആ ഒരു കാലത്ത് എപ്പോഴും ആണ്. അത് കൃത്യമായിട്ടും അറിയണമെങ്കിൽ അത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയം ആ കാലത്ത് എപ്പോഴോ ഒരിക്കൽ ശബരിമല പോകുന്ന വഴി, ശബരിമല പോകുന്നു എന്നുള്ള കാര്യം, അന്ന് പോകുന്നു എന്നുള്ള കാര്യം പോറ്റി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അന്ന് ആ വീട്ടിൽ നടക്കുന്നൊരു ചെറിയ ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ചടങ്ങിൽ എന്നെ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ നല്ല ഒരു നിർബന്ധം വന്നപ്പോൾ ഇന്നത്തെ പോറ്റിയല്ല അന്നത്തെ പോറ്റിയെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനവും അതുപോലെ തന്നെ ഒരു ശരിയായിട്ടുള്ള അയ്യപ്പ ഭക്തനും എന്നുള്ള നിലയിലാണ് ഞാൻ പോറ്റിയെ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പോയി. ഞാൻ സ്വകാര്യമായിട്ട് പോയതല്ല, രഹസ്യമായിട്ട് പോയതല്ല. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ്, 1 or 2 പോലീസ് ജീപ്പ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ആ വീട്ടിൽ പോയത്. ആ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങ് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതോ കുട്ടിയുടെ ചടങ്ങാണെന്നാണ് എന്റെ മനസ്സിൽ അന്നും ഇപ്പോഴും ഒക്കെ പറയുന്നത്. ഞാൻ കരുതുന്നതും അങ്ങനെയാണ്. ആ ചടങ്ങിൽ പങ്കെടുത്ത് അവിടുന്ന് ഭക്ഷണവും കഴിച്ചാണ് ഞാൻ ശബരിമലയ്ക്ക് പോയത്. അങ്ങനെ ആ കാര്യം വാസ്തവമായിട്ടുള്ള കാര്യമാണ്, ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ SITയുടെ മുന്നിൽ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അല്ല, അന്ന് SITക്കാരെ ചോദിച്ചിരുന്നു അല്ല, പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് SIT വിശദമായിട്ട് തന്നെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ SITയോട് പോറ്റിയുടെ വീട്ടിൽ ചോദിച്ചോ എന്നതിന്റെ മറുപടി ആയിട്ടല്ല, ഞാൻ SITയോട് ഒരു സന്ദർഭത്തിൽ പോറ്റിയുടെ വീട്ടിൽ പോയ കാര്യം SITയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷവും തീയതിയും യഥാർത്ഥത്തിൽ അപ്പോഴിപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് അന്ന് 3 ഗൺമാൻമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഗൺമാൻ ആ സന്ദർഭത്തിൽ ആ യാത്രയിൽ എന്നെ അനുഗമിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. ആ ഗൺമാൻ അത് ഓർക്കുന്നുണ്ട്, അന്ന് പോയ കാര്യം ഓർക്കുന്നുണ്ട്. മറ്റു 2 ഗൺമാൻമാരും അങ്ങനെ പിന്നീട് സന്ദർഭത്തിൽ അവിടെ പോയതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ പോയിട്ടില്ല. എങ്ങനെയാണ് പോറ്റിയെ പരിചയപ്പെടുന്നത്? പോറ്റിയെ പരിചയപ്പെടുന്നത് 2016 മന്ത്രിയായിട്ട് ഞാൻ ദേവസ്വത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടന്ന ആദ്യത്തെ തീർത്ഥാടന കാലത്ത് ഞാൻ നിരവധി സന്ദർഭങ്ങളിൽ ഞാൻ ശബരിമലയിലും പമ്പയിലും ഒക്കെ പോയിട്ടുണ്ട്. ആ തീർത്ഥാടന കാലം ഏറ്റവും നന്നായിട്ട് നടത്തണമെന്നുള്ള ആഗ്രഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിരവധി പ്രാവശ്യമാണ് പോയിട്ടുള്ളത്. അതിൽ തീർത്ഥാടന കാലം ആരംഭിക്കുന്ന ദിവസത്തെ അന്നദാനം, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് അന്നദാനത്തിന്റെ ഉദ്ഘാടനം. അല്ലെങ്കിൽ ആദ്യത്തെ അന്നദാനം ചെയ്തുകൊണ്ട്, ഉച്ചയ്ക്കുള്ള അന്നദാനം ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് പോറ്റി എന്നെ ക്ഷണിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് ആ ചടങ്ങിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ എപ്പോഴെല്ലാം അവിടെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം സന്നിധാനത്ത് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എപ്പോഴെല്ലാം പോയിട്ടുണ്ട് അപ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ 2025 ഈ വാർത്തകൾ വരുന്നത് വരെ എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു സംശയമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോശക്കാരനാണെന്ന് തോന്നുന്ന തരത്തിലോ ഒന്നും തന്നെ എനിക്ക് അറിവില്ല, എനിക്ക് അനുഭവമില്ല. എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഒരു തികഞ്ഞ അയ്യപ്പ ഭക്തനും പിന്നെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരെയെല്ലാം കണ്ടെത്തി അവരെ കൊണ്ട് അന്നദാനം നടത്തിക്കുക, മറ്റു ചില കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ സന്ദർഭങ്ങളിലൊക്കെയാണ് അവിടെയൊക്കെ വെച്ചാൽ കണ്ടിട്ടുള്ളത്. പോറ്റിയുടെ വീട്ടിൽ 2 വട്ടം പോയെന്ന് ഒരു അയൽക്കാരനാണ് പറഞ്ഞത്. അയൽക്കാരൻ 2 വട്ടം കണ്ടു എന്ന് പറയുന്നതിൽ എന്താ അദ്ദേഹത്തിന് തെറ്റിയിട്ടുണ്ടാവും. ഞാൻ 1 വട്ടമേ പോയിട്ടുള്ളൂ. അത് രഹസ്യമായിട്ടല്ല പോയത്, പരസ്യമായിട്ടാണ് പോയത്. ഒറ്റ പ്രാവശ്യം. അത് അതിന്റെ കൂടെ പോലീസും ഉണ്ടായിരുന്നു. എനിക്ക് 3 ഗൺമാൻമാരുണ്ട്. അതിൽ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു. 1 or 2 പോലീസ് വാനും ഒക്കെ ഉണ്ടായിരുന്നു പോകാനായിട്ട്, വഴി കാണിച്ചു തരാനും പറ്റുമൊക്കെ.
ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ പോയത് വാസ്തവമാണ്. ഞാനത് ഇപ്പം മാത്രമല്ല, ഞാൻ എന്റെ അന്വേഷക സംഘം എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അന്വേഷക സംഘത്തിന് കൊടുത്ത മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചടങ്ങിനാണ്. പക്ഷേ കൃത്യമായിട്ട് ഏത് ചടങ്ങ് 8-10 വർഷത്തിന് മുമ്പുള്ളൊരു കാര്യമാണ്. ഏത് ചടങ്ങാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഒരു കുട്ടിയുടെ ചടങ്ങാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്നാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും ഒക്കെ കരുതുന്നത് അങ്ങനെയാണ്. ഇല്ല, ഇത് ഇങ്ങനെ സ്വാഭാവികമായിട്ടും എന്റെ ഒരു രീതിയുണ്ട്. എന്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ടും ഒരു സൗഹൃദമൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒറ്റയെക്കുറിച്ച് ഇപ്പോഴല്ലേ നിങ്ങളടക്കം എല്ലാവരും മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ പുള്ളി പോയിരിക്കുകയല്ലേ. ഇങ്ങനെയുള്ള ഒരു കുഴപ്പം പിടിച്ച ആളാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റു. അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു നിലയിൽ പോറ്റി ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ശേഷം പിന്നീട് ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും അവർ ആവശ്യപ്പെട്ടായിരുന്നോ? ഇല്ല, എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ല. ഈ പോറ്റിയുമായുള്ള ബന്ധത്തെ കുറിച്ച് മാത്രമായിരുന്നോ ചോദ്യം? അദ്ദേഹത്തെ പോറ്റിയുമായുള്ള ബന്ധത്തെ കുറിച്ച് തന്നെയാണ്. ഈ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ വിവാദം വന്നതിന് ശേഷം പോറ്റിയുമായി സാധാരണ ഒരു ഭക്തനുമായുള്ള ബന്ധം മാത്രമാണെന്ന് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ടായിരുന്നില്ല. അത് അങ്ങനെ പറയാതിരുന്നത് ഇല്ല. അങ്ങനെയുള്ള ഒരു നല്ല ഭക്തനുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധം പലതരത്തിലുള്ള നമ്മുടെ ബന്ധം ആരംഭിക്കുന്ന പല രൂപത്തിലല്ലേ ആരംഭിക്കുന്നത്. പിന്നെ അത് സാധാരണ രീതിയിൽ പലപ്പോഴും തുടരും. നിങ്ങൾ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ബന്ധപ്പെടുന്നു. പത്രപ്രവർത്തകൻ അല്ലാതായി മാറുമ്പോഴും എന്റെ ബന്ധം അങ്ങനെ തന്നെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഈ പ്രതിപക്ഷം ഇത് ആരോപണം ഒപ്പം കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന ആക്ഷേപം നടത്തുമ്പോൾ അതിലേക്ക് കാണുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരു പരിസരവാസികൾ നിത്യ സന്ദർശകനായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു എന്താ പറയുക, ഒരു സത്യവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷ നേതാവല്ല, സോറി, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറയുകയാണ്. അയൽവാസി തന്നെ പറയുന്നു 2 പ്രാവശ്യമാണ് പോയതെന്ന്. ഞാൻ പറയാണ് 1 പ്രാവശ്യമേ ഞാൻ പോയിട്ടുള്ളൂ. അത് പോലീസുകാരുമായിട്ട് ആണ് ഞാൻ പോകുന്നത്. പ്രതിപക്ഷം ഈ വിഷയത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. BJP അത് തന്നെയാണ് ചെയ്യുന്നത്. BJP നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് അറിഞ്ഞുകൂടെ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം? എനിക്ക് എന്ത് ബന്ധമാണ് അതിനകത്ത്? എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിശ്ചയമായിട്ടുണ്ടെന്ന് ഞാൻ പറയും. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു തീവണ്ടി അപകടം വന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത് നടന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഉത്സവകാലത്ത് മാത്രം പോകുന്ന ഒരാളാണ്. ഉത്സവകാലത്ത് പോകാൻ ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഏറ്റവും നന്നായിട്ട് ആ കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷഭരിതമായിട്ടുള്ള കാലത്ത് പോലും ഞാൻ അവിടെ തമ്പടിച്ച് അവിടെ സംഘർഷങ്ങൾ ശബരിമലയിൽ ഉണ്ടാകാതിരിക്കാനും സംഘർഷങ്ങളെ ലഘൂകരിക്കാനും ഭക്തരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലും ഒക്കെ തന്നെ ഞാൻ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ചെയ്യുന്നൊരു കാര്യം മാത്രമാണ്. അത് നന്നായിട്ട് നടത്തുക. അതിനപ്പുറം ശ്രീകോവിലിൽ പോവുക, തന്ത്രിയെ കണ്ടിട്ടുണ്ട്. ആ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ കാത്തുനിന്ന് തന്ത്രിയെ കണ്ടിട്ടുണ്ട്. അവിടെ തന്ത്രി കാണുന്നത് നിശ്ചയമായിട്ടും അവരൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. നമ്മൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ. 10-16,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ആ എല്ലാ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം മന്ത്രിയാണ്. ഒരു ക്ഷേത്രത്തിന്റെയും ഒരു ദേവസ്വത്തിന്റെയും ഒരു കടലാസ്, ഒരു അരക്കീർ കടലാസ് മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നില്ല. ഒരു തീരുമാനവും മന്ത്രി എടുക്കേണ്ടി വരുന്നില്ല. ഇവിടെ നിങ്ങൾ ചില ആളുകൾ പ്രചരിപ്പിച്ചത് എനിക്ക് ഈ പോറ്റി ഒരു അപേക്ഷ തന്നു, അത് ഞാൻ ഫോർവേഡ് ചെയ്തു എന്നാണ്. സാധാരണഗതിയിൽ ഒരു അപേക്ഷ എനിക്ക് കിട്ടിയാൽ ഞാൻ ബന്ധപ്പെട്ട വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഫോർവേഡ് ചെയ്യുക എന്റെ രീതിയാണ്. ഫോർവേഡ് ചെയ്യുമ്പോഴും ഞാൻ 5 വർഷക്കാലം 3 വകുപ്പിനകത്ത് ഫോർവേഡ് ചെയ്തപ്പോഴും ഞാൻ 2 വാക്കേ എഴുതിയിട്ടുള്ളൂ. പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കുക എന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് അപേക്ഷയും തന്നിട്ടില്ല, ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്നിട്ട് നിങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അപേക്ഷ തന്നു, ഫോർവേഡ് ചെയ്തു വന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാകേണ്ട കാര്യം ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡുകളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പഠിച്ചാൽ, ഒന്നും പഠിക്കുന്നു വേണ്ട,
ഒന്ന് ജനറലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവസ്വം ബോർഡുകളുടെ പൂർണ്ണ നിയന്ത്രണം അവരിൽ തന്നെ നിക്ഷിപ്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കുന്ന ആരാ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ചിനാണ് അതിന്. ദേവസ്വം ബെഞ്ച് അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷണർ. ഉത്സവകാലത്ത് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം അവിടെയുണ്ട്. അവിടെ അദ്ദേഹം ഇല്ലാത്ത ഒരു ദിവസം അവിടെ ഉണ്ടാകാറില്ല. എല്ലാ ദിവസത്തെയും വിവരങ്ങൾ, വിശേഷ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേവസ്വം കമ്മീഷണർ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒന്നും ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഗവൺമെന്റിലേക്ക് വരേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ഒരു തീരുമാനവും എടുക്കാൻ ഗവൺമെന്റ് അവകാശമില്ല. ആകെ ഈ മെമ്പർമാരെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്തി ആ തീരുമാനം കൊടുക്കാനുള്ള അധികാരമല്ലാതെ മറ്റൊന്നുമില്ല. ഇനി എന്തെങ്കിലും കുറ്റം ചെയ്ത ദേവസ്വം ബോർഡ് മെമ്പറുണ്ട്, ആ മെമ്പറെ പിരിച്ചുവിടാൻ അവകാശമില്ല. പിരിച്ചുവിടാനുള്ള അവകാശം അത് കോടതിയിൽ മാത്രം നിക്ഷിപ്തമാണ്. കോടതി ഈ പറയുന്ന ദേവസ്വം ബെഞ്ച് പറയണം ഇവരെ പിരിച്ചുവിടണമെന്ന്. ബെഞ്ചാണത് തീരുമാനിക്കാനുള്ളത്, ദേവസ്വം ബെഞ്ചാണ് തീരുമാനിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് തന്ത്രി അറസ്റ്റിലായി മന്ത്രിയെ സംരക്ഷിക്കുകയാണ്, BJP ഇതിനങ്ങനെ വീട്ടിലേക്ക് മാർച്ച്, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ മാത്രമാണ്. അതെ, കേവലം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാൻ ത്രാണിയുള്ളവരാണ് തിരുവനന്തപുരം നഗരത്തിലെ മാധ്യമപ്രവർത്തകരെന്ന് എനിക്കറിയാം. ഇന്നലെ BJP അവിടെ ഒരു മാർച്ച് നടത്തി. അത് അവിടെ മത്സരിക്കാനായിട്ട് തട്ടുകൊടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ശ്രീ മുരളീധരന്റെ നിർബന്ധപൂർണമായിട്ടുള്ള പ്രേരണ കൊണ്ടൊന്ന് മാത്രം നടന്ന മാർച്ചെന്നാണ് ഞാൻ BJP കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കാർക്കും താല്പര്യമൊന്നുമില്ല അവിടെ മാർച്ച് നടത്താനൊന്നും. അവർക്ക് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മാർച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ഇത് അത്യന്താപേക്ഷമാണ് തോന്നിയതുകൊണ്ടാകാം അദ്ദേഹം മാർച്ച് നടത്തുക. അത്രയൊന്നും അദ്ദേഹം പോകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്ര ഒരു പുകമറയൊക്കെ മാറണ്ടേ? കാരണം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയും മന്ത്രി അറസ്റ്റായില്ല, തന്ത്രി അങ്ങനെ നിൽക്കില്ലേ? അതിന് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പൂർത്തീകരിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും, യാതൊരു സംശയം വേണ്ട. 5 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ പ്രവർത്തനം, 10 വർഷക്കാലത്തെ MLA എന്നുള്ള നിലയിലെ പ്രവർത്തനം നിശ്ചയമായിട്ടും ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത്രയേറെ വലിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ആര് മത്സരിച്ചാലും ശരി, ജനങ്ങൾ LDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയം ഒരിക്കലും ബാധിക്കും. പറഞ്ഞൊരു ഭക്തൻ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത് അങ്ങനെയാണ്. അതിനുശേഷം താങ്കളുമായുള്ള ഒരു പോറ്റിയുമായുള്ള ബന്ധം വളർന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ താങ്കൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും വികസന പദ്ധതിയിലോ ഒക്കെ സ്പോൺസറായോ എങ്ങനെ എന്തെങ്കിലും സഹായത്തിനോ പോറ്റി വന്നിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അതായത് നിങ്ങളിൽ ആരാണെന്ന് എനിക്കറിയില്ല. ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയ കഴക്കൂട്ടം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ സ്പോൺസർഷിപ്പിൽ പോറ്റിയുടെ സഹായം ലഭ്യമായിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ വളരെ പാവപ്പെട്ട ആളുകളുണ്ട്. സത്യത്തിൽ നമുക്ക് സങ്കടം തോന്നുന്ന തരത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ, അവളെല്ലാത്തിനും A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് 3 തകര കഷ്ണങ്ങൾ വെച്ചിട്ട്, 2 തകര കഷ്ണങ്ങൾ ഇങ്ങനെയും 1 തകര കഷ്ണം മുകളിലും വെച്ചിട്ട് അതിനകത്ത് ഒരു വയസ്സായിട്ടുള്ള അമ്മ കയ്യും കാലും ഒടിഞ്ഞ്, അവളുടെ മറ്റേത് അമ്മമ്മ, ഇത് അമ്മ, ഈ കുട്ടി കഴിയുന്നതാണ്. ആ കുട്ടിക്കാണെങ്കിൽ ഒരുതരം രോഗവുമുണ്ട്, പക്ഷെ പഠിക്കാൻ ഭയങ്കര മിടുകയാണ്. ആരുടെയും കരളലിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കാഴ്ച. അവിടെ ആ കുട്ടിക്ക് ഞാൻ ഒരു വീട് വെച്ച് കൊടുത്തു. അതിനൊരു സ്പോൺസറെ കണ്ടെത്തി. അന്നത്തെ മനോരമയുടെ ജോണി, ഇപ്പൊ റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള ജോണി അതിന് സഹായിച്ചു. ജോണി പറഞ്ഞിട്ട് വീട് വെച്ച് കൊടുത്ത ഒരാള് ജോണി തന്നെ എന്നെ പരിചയപ്പെടുത്തു. അത് ഗൾഫുകാരനാണ്. വീട് വെച്ച് കൊടുത്തത്. അങ്ങനെ 10-40 പേർക്ക്, തികച്ചും അർഹതയായിട്ടുള്ള 10-40 പേർക്ക് വീടോ അല്ലെങ്കിൽ വീടിന്റെ റെനോവേഷനോ ഒക്കെ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു. ഞാൻ ഈ പോറ്റിയോട് അവിടെ എന്തെങ്കിലും ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഏതോ ഒരു പത്രം, അത് മനോരമ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ, മനോരമ എഴുതി അവിടെ സ്പോൺസർ. ഞാനപ്പോൾ മനോരമക്കാരോട് പറഞ്ഞു, ആർക്കാണ് ഞാൻ അങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകൾ നിങ്ങളൊന്ന് അതിൽ പറഞ്ഞല്ലോ, പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന ആൾക്കാണ് വീട് വെച്ച് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിത്രമെടുത്ത് കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ വീട് വെച്ച് കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ താല്പര്യപ്രകാരം. മറ്റേ രമണി എന്ന് പറയുന്ന ഏറ്റുമാനൂരപ്പനെ തട്ടിക്കൊണ്ടുപോയ സ്റ്റീഫനെ കണ്ടെത്തുന്നതിന് പോലീസിനെ സഹായിച്ചത് രമണിയുടെ നോട്ട്ബുക്കിലെ ഒരു കടലാസാണ്.
ആ കടലാസാണ് യഥാർത്ഥത്തിൽ കള്ളനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് സഹായമായത്, പോലീസിന് സഹായമായത്. അങ്ങനെയാണ് ഇവിടെ വന്ന് കണ്ടത്. അന്ന് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു രമണി. കള്ളൻ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ ഈ രമണിയെ പിന്നെ ആരും ശ്രദ്ധിച്ചില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് രമണിയുടെ ദയനീയമായിട്ടുള്ള കഥ മനോരമ തന്നെ ഒരു 3 എപ്പിസോഡിലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനകത്ത് അന്ന് ഇത്തരം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ സഹായകമായി മാറിയ രമണിയുടെ ഇന്നത്തെ അവസ്ഥ, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ, വീടൊന്നുമില്ലാതെ, കുറച്ചൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ശ്രദ്ധിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും അതേസമയം കരളലിയിക്കുന്ന തരത്തിലാണ് 3 എപ്പിസോഡ് വന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ രമണിക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർമാരെ ദേവസ്വം ബോർഡ് അന്വേഷിക്കുന്നതും ഇയാളെ കണ്ടെത്തുന്നതും, അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടത്തിലുള്ള ഒരാളും കൂടെ ചേർന്ന് വീട് വെച്ചു കൊടുക്കുന്നത്. ആ വീടിന് താക്കോൽ ദാനം ആ ഒരു പരിപാടി നടന്നിട്ടുള്ളതായിട്ട്, ഇയാളുടെ സ്പോൺസർഷിപ്പ് നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ആ താക്കോൽ ദാനം നിർവഹിച്ചത് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാനാണ്. ദേവസ്വം ബോർഡായിട്ടാണ് കണ്ടെത്തിയത്. ദേവസ്വം ബോർഡ്. എനിക്ക് ആ താക്കോൽ ദാനം ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ താക്കോൽ ദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരുന്നു, ഇന്ന സാഹചര്യത്തിലാണ് ഈ സ്ത്രീക്ക്, അന്ന് അവർ വളർന്നു കഴിഞ്ഞിരുന്നു, 10-20 വർഷം കഴിഞ്ഞേ. ഈ പോറ്റിയുമായുള്ള താങ്കളുടെ ഒരു ചിത്രം പുറത്തു വന്നിരുന്നത് ബാംഗ്ലൂർ എയർപോർട്ട് എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം അതൊന്നും വിശദീകരിക്കുന്ന കാര്യമില്ല. എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പ്രാവശ്യം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ കാണുന്നതിലൊന്നും വലിയ കാര്യമൊന്നും എയർപോർട്ടിൽ വെച്ച് കാണുന്നതിലും വലിയ അസംഭാവ്യമായിട്ടുള്ള അത്രയേ ഉള്ളൂ. ആക്സിഡന്റ് ആയിട്ട് അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ കാണുന്ന ആളുകളെ അങ്ങോട്ട് തള്ളിക്കളയുക, കാണുന്ന ആളുകളെ മാറ്റുക, അങ്ങനെ കാണുന്ന ആളുകളെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ഒരു സ്വഭാവം കഷ്ടകാലത്തിന് എനിക്ക് ഉണ്ടായിപ്പോയി. അത് ഇപ്പോ അത് ദുരന്തമായിട്ടൊക്കെ വരികയാണ്. എല്ലാവരുമായിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ആരെയും ഞാൻ അകറ്റി നിർത്താറില്ല. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് എസ്ഐടി ചോദിച്ചായിരുന്നു? എല്ലാം ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? യെസ്, അപ്പൊ അവസാനിപ്പിക്കാം മതി. ഇനിയിപ്പോ